എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എന്നിൽ നിന്ന് കണ്ടുപിടിക്കാൻ മാത്രം ഒന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. കണ്ണടിച്ചു പോകും. ബേബി ഇവിടെ വന്നത് കുഴപ്പമില്ല, അവൻ്റെ കയ്യിൽ സൺഗ്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ വെയിലത്ത് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിന് ഒത്തിരി താങ്ക് യു. ഈ ഇഷ്ടത്തിന്, ഈ സ്നേഹത്തിന്. പടം ഇതേപോലെ ഞങ്ങളെല്ലാവരും പറഞ്ഞ പോലെ ഒത്തിരി കഷ്ടപ്പെട്ട പടമാണ്. ആദ്യമായിട്ടാണ് ഇത്രയും നാള് ഒരു പടത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം. ഒരു 5-8 മാസത്തോളം ഞങ്ങൾ ഈ പടത്തിന്റെ പ്രിപ്പറേഷൻ ആയിട്ടുണ്ടായിരുന്നു, അതല്ലാതെ ഷൂട്ടായിട്ട്. അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ഒരു പ്രൊജക്റ്റിന് വേണ്ടി ആദ്യമായിട്ടാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ റിസൾട്ട് ഈ പടത്തിലുണ്ടെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അത് നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് കൂടുതൽ വർക്കാവുന്ന ഒരു സിനിമയാണ് എന്ന് കരുതി ഫാമിലിക്ക് വർക്കാവില്ല എന്നല്ല. എല്ലാവരും വീട്ടുകാരായിട്ട് തന്നെ പോകണം. ആദ്യം നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് പോവാ, പടം ഞങ്ങൾക്ക് കപ്പടിച്ചു തരണം നിങ്ങൾ എല്ലാവരും ചേർന്ന്. പറയാനുള്ളത് അതിന്റെ കണ്ടന്റുകൾ വഴിക്ക് വഴിയായി വന്നുകൊണ്ടിരിക്കും, ട്രെയിലറായിട്ടും സോങ് ആയിട്ടും. ഈ സോങ് ഇഷ്ടമായോ എല്ലാവർക്കും? അടിപൊളി. കുറച്ചധികം അല്ലേ? അപ്പോ എല്ലാവരെയും കണ്ടതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ഭയങ്കര രസമായിരുന്നു. അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാനും വർക്കല്ല അത് തോന്നിയത്. ഇറ്റ് വാസ് ജസ്റ്റ് നമ്മൾ ഫൺ പടം അങ്ങനെ ആയി തോന്നുന്നു. അങ്ങനെ ജസ്റ്റ് ഗെറ്റിംഗ് മേഡ്. ബട്ട് ഇവര് കുറെ പണി കിട്ടും. ഇവരുടെ ബോഡീസ് ഒക്കെ കണ്ടില്ലേ നിങ്ങള്? ഇവര് നല്ലോണം പണി കിട്ടു. ഞങ്ങള് ഫൺ ചെയ്തു. ബോഡി ബിൽഡിങ് ഞാൻ ഇത്രയും സമയത്ത് അത് ഞാൻ പോലും അറിയാതെ അതിന്റെ പാർട്ടായിട്ട് വന്നതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വർക്ക്ഔട്ട് റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബോഡി അങ്ങനെ സെറ്റാക്കി. റൊമാൻറ്റിക് ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് റൊമാൻസ് ഉണ്ട്. അയ്യോ ഇതില് ഒരു ലോഡ് റൊമാൻസ് ഉണ്ട്. ഫൺ ബേസ് ആയിട്ട് പറഞ്ഞു പോയിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിരാശപ്പെട്ടില്ല. ഇടിയുണ്ട്. എന്റെ ഇതുവരെ കാണാത്ത ലുക്കിലാണ് ഞാൻ വരുന്നത്. ഈ പടത്തിലേക്ക് ഓരോരുത്തരും പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി അത് ആവശ്യപ്പെടുന്നത് പടത്തിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ്. ആഫ്റ്റർ ഓൾ പടത്തിന് ഗുണേ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു ഡയറക്ടറാണ് പുള്ളിക്കാരന്. ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടൊക്കെ ഉണ്ട്, തണ്ണീർമത്തം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ തരണമൊക്കെ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര, അതുകൊണ്ട് തന്നെ ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഇതിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കൈൻഡ് ഓഫ് ക്യാരക്ടറുമാണ്. ഒരുപാട് ആഗ്രഹിച്ചാണ് സിനിമയിലേക്ക് എത്തിയത്. ഞാൻ കുറേ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഫാലിമിയിലാണ് എനിക്ക് ആദ്യമായിട്ടൊരു ബ്രേക്ക് കിട്ടുന്നത്. ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് സിനിമ ഖാലിദ് റഹ്മാന്റെ സിനിമ കിട്ടാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യമാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ഡയറക്ടറും കൂടെയായിരുന്നു മുസ്ലിം. ഇപ്പോൾ അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ നമ്മുടെ പാർട്ട് ആൻഡ് സോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് എല്ലാ രീതിയിലും, മെന്റലി ഫിസിക്കലി. സോ എല്ലാവരും കാണാൻ രക്ഷപ്പെടുത്തിയെടുക്കുക നമ്മളെ. ഇനിയില്ലേ ഇവിടെ കൂടി പരിചയപ്പെടുത്തിയില്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല. ഇത് ആയിഷ, അതിനപ്പുറത്തുള്ള മുഫീദ. അതിൽ രണ്ടാളും ഗേൾ ഫ്രണ്ട്സ് ആണോ അതോ ഒന്ന് ബെസ്റ്റിയും ഒന്ന് ഗേൾ ഫ്രണ്ട്സും ആണോ? അത് പടം കണ്ടാലേ അറിയുള്ളൂ. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞെന്നാ നേരെ തിരിച്ചായി പോയാലും ഇങ്ങനെ സെയിം ആയി പോയാലോ അതിപ്പോ പറഞ്ഞ സ്പോയിലായി പോകും. അപ്പൊ എന്തായാലും പടം കണ്ടിട്ട് അത് നമുക്ക് മനസ്സിലാക്കാം. ഇഫ് വി ആർ ബെസ്റ്റീസ്, ഗേൾ ഫ്രണ്ട്സ് ഓർ ബോത്ത്. ഫിലിമിൽ ചെറിയൊരു കള്ളനാണ് പെമ്പിള്ളേരെയൊക്കെ സസ്പെൻസ്
അഞ്ചു. അല്ല, ഇതിലൊരു ഫീമെയിൽ ലീഡും കൂടി ഉണ്ട്. ഇത് ഫുൾ ടീമായിട്ടില്ല ഞങ്ങള്. അനഘ, ഈ കാതലിന്റെ കോർ എന്ന് പറഞ്ഞ മമ്മൂക്കാട് പടത്തില് മമ്മൂക്കാട് മകളായിട്ട് അഭിനയിച്ച അനഘയുണ്ട് ഇതില്. അത് ജോജോയ്ക്ക് എല്ലാവരോടും സ്നേഹമാണ്. എല്ലാവരും